ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 21 ദിവസത്തെ സെൽഫ് ലവ് പ്രാക്ടീസിൻ്റെ 6ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രാക്ടീസ് റിലീസിങ് യുവർ ഇന്നർ ക്രിട്ടിക്, അതായത് നിങ്ങളുടെ ഉള്ളിലെ വിമർശകനെ അല്ലെങ്കിൽ വിമർശകയെ റിലീസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇത്രയും ദിവസത്തെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മുടെ ആന്തരിക ശബ്ദം ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് കുറയ്ക്കാനും തുടങ്ങിയിട്ടുണ്ടാവും. നമ്മിൽ കുറേ പേർക്ക് എങ്കിലും സ്വയം വിമർശിക്കുന്നതും ജഡ്ജ് ചെയ്യുന്നതുമായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിലെ ഈ ഒരു സ്വഭാവത്തെ മാറ്റിയില്ല എങ്കിൽ നമുക്ക് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയില്ല. നമ്മളെക്കുറിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ആത്മാവ് ചുരുങ്ങിപ്പോകുന്നു. നമുക്ക് നമ്മളിലെ വിമർശകനെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ഹയർ സെൽഫുമായിട്ട് നമുക്ക് വേഗത്തിൽ കണക്റ്റ് ആവാനായിട്ട് കഴിയും. അതുപോലെ മറ്റുള്ളവരെയും വിധി കൽപ്പിക്കാതെ വിമർശിക്കാതെ നമ്മൾ സ്വീകരിക്കുക. ഇവിടെ മാറ്റം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലെ പോസിറ്റീവായിട്ടുള്ള മാറ്റം നടക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസുകൾ നല്ലതാകും. അടുത്തതായിട്ട് മിറർ വർക്കാണ്. അപ്പോൾ കണ്ണാടിയുടെ മുൻപിൽ വളരെ ശാന്തമായി ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക. ശേഷം കണ്ണാടിയിലേക്ക് നോക്കുക, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് കണ്ണുകളിലേക്ക് നോക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ നിങ്ങളുടെ വായിൻ്റെ ഭാഗത്തേക്കോ മൂക്കിൻ്റെ ഭാഗത്തേക്കോ ഒക്കെ നോക്കാവുന്നതാണ്. ഇനി കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ ഇന്നർ ചൈൽഡിനോട് പറയുക. അതായത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് വളരാനും പുഷ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട്. ആ കുട്ടി സ്നേഹവും പുകഴ്ത്തലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പറയുന്ന അഫർമേഷൻസ് പറയുക. ഐ ലവ് യു. ഐ നോ യു ആർ ഡൂയിങ് ദ ബെസ്റ്റ്. You are just perfect as you are. I expect as you are. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്കറിയാം നീ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ചെയ്യുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിലും നീ പൂർണ്ണതയുള്ളവളാണ്. ഞാൻ നിന്നെ നീ ആയി അംഗീകരിക്കുന്നു. ഇത് പല പ്രാവശ്യം നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുക. ഈ ഒരു അഫർമേഷൻ പല പ്രാവശ്യം കണ്ണാടിയിൽ നോക്കി പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം വരികയും നമുക്ക് നമ്മളെ അംഗീകരിക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ജേർണലിംഗ് ആണ്. നിങ്ങളെ വിമർശിക്കുന്ന 5 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഉദാഹരണത്തിന്, എനിക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നു, ആളുകളുമായിട്ട് ഇടപെടാൻ എനിക്ക് മടിയാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് രണ്ടാമതായി ചെയ്യേണ്ടത്, ഈ എഴുതിയിട്ടുള്ള 5 കാര്യങ്ങളുണ്ടല്ലോ അത് ഒന്നുകൂടി വായിക്കുക. അതിനുശേഷം ഇത് എന്ന് മുതൽ ആണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് എഴുതുക. എന്നിട്ട് കൃത്യമായിട്ട് ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ആ വർഷം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടോ? ഇത്രയും കാലമായിട്ട് നിങ്ങളെ വിമർശിക്കുകയായിരുന്നില്ലേ, എന്നിട്ട് ഇതുവരെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും റിസൾട്ട് കിട്ടിയോ? അപ്പോൾ മനസ്സിലാക്കുക, വിമർശനം കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങളെ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അപ്രിഷ്യേറ്റ് ചെയ്യുക. നാലാമതായിട്ട്, ഈ 5 കാര്യങ്ങളെ പോസിറ്റീവ് അഫർമേഷനുകളായിട്ട് എഴുതുക. ഉദാഹരണത്തിന്, എനിക്ക് ദേഷ്യം വരാറുണ്ട് എന്നതിനു പകരം എഴുതിയതിൻ്റെ നേരെ ഞാൻ എല്ലായ്പ്പോഴും വളരെ ശാന്തതയിലാണ് എന്ന് എഴുതുക. ഇനി ആളുകളുമായിട്ട് നല്ല രീതിയിൽ ഇടപെടുന്നു. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ എഴുതുക. ഇനി 5ാമതായിട്ട്, ഈ എഴുതിയിട്ടുള്ള ലിസ്റ്റില്ലേ അത് നിങ്ങൾ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോവുക. ഇത്രയും കാലം ഇങ്ങനെ വിമർശിച്ച് നടന്നതുകൊണ്ട് നമുക്ക് വിമർശിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ആ സമയത്ത് ഈ ഒരു ലിസ്റ്റ് എടുത്ത് വായിക്കുക. ഇനി സമയം കിട്ടുമ്പോഴെല്ലാം കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ഈ ലിസ്റ്റ് വായിക്കുന്നത് ഏറെ നല്ലതാണ്. ഇനി ഇന്നത്തെ ഹൃദയചിന്ത. ലവ് ആൻഡ് എക്സ്പെക്റ്റ് മൈ സെൽഫ് എക്സാക്ട്ലി ആസ് ഐ ആം. ഞാൻ എന്നെ അതേപടി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു.
ഇത് ജേർണലിംഗ് ബുക്കിലെ 21 തവണയെങ്കിലും എഴുതേണ്ടതാണ്. നമുക്ക് നമ്മളെ ആത്മാർത്ഥമായിട്ട് അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു പരാതിയും ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനും സാധിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെയും വേദനിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ് തോന്നും. ഇനി മെഡിറ്റേഷൻ്റെ സമയമാണ്. ഈ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യുക. ഇനി സ്വസ്ഥമായിട്ടിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, മനസ്സ് വളരെ ശാന്തമാക്കുക. പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറ്റങ്ങളും കുറവുകളും സ്വീകരിക്കാനായിട്ട് തയ്യാറാവണം. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ ഭാഗങ്ങൾക്കും വേണ്ടി ധാരാളം സ്ഥലമുണ്ടാക്കുക. അതായത് നിങ്ങൾക്ക് അഭിമാനമുണ്ടായ ഭാഗങ്ങൾക്ക്, നിങ്ങൾക്ക് സ്നേഹമുണ്ടായ ഭാഗങ്ങൾക്ക്, നിങ്ങൾക്ക് നാണം ഉണ്ടായ ഭാഗങ്ങൾക്ക്, റിജക്ഷൻ ഉണ്ടായ ഭാഗങ്ങൾക്ക്, അങ്ങനെ ഓരോ ഭാഗങ്ങൾക്കും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കരുതണം. യു ആർ ബ്യൂട്ടിഫുൾ. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ആ സ്നേഹം ധാരാളമായി കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ആ സ്നേഹം നിങ്ങളുടെ മുറിയിൽ നിറയാൻ അനുവദിക്കുക. നിങ്ങൾ അറിയുന്ന എല്ലാവരിലേക്കും ആ സ്നേഹം പ്രസരിക്കട്ടെ. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളെ ആ മുറിയുടെ നടുവിൽ നിർത്തുക. അവർക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും തുളുമ്പുന്ന സ്നേഹം നേരിട്ട് ലഭിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈ ആളുകളുടെ കുഞ്ഞു രൂപം അഥവാ ഇന്നർ ചൈൽഡിനെ കാണുക. ആ കുഞ്ഞു രൂപങ്ങൾ സന്തോഷത്താൽ കുഞ്ഞുങ്ങൾ നൃത്തം ചെയ്യുന്നത് പോലെ നൃത്തം ചെയ്യുകയും ഒച്ച വെക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെയും ആ മറ്റു കുട്ടി രൂപങ്ങൾക്കൊപ്പം കളിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ കുട്ടി രൂപം നൃത്തം ചെയ്യട്ടെ. ഒപ്പം സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും അനുഭവിക്കട്ടെ. ഒപ്പം ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം അത് ചെയ്യട്ടെ. നിങ്ങൾ തികഞ്ഞ സമ്പൂർണതയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വിസ്മയകരമായ ലോകത്തിൽ എല്ലാം നന്നായി നടക്കുന്നു. അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. നാളെ അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായി വീണ്ടും വരാം. താങ്ക് യു ഓൾ.